Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഒറ്റപ്പാലം നഗരസഭ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാനുള്ള ഷെൽട്ടർ സംവിധാനം ഒരുക്കണം എന്ന ആവശ്യവുമായി ബിജെപി. വാണിയംകുളം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ തെരുവ് നായകളെ സംരക്ഷിക്കാനുള്ള ഷെൽട്ടറിൽ ഒറ്റപ്പാലം നഗരസഭയിലെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായകളെ സംരക്ഷിക്കാൻ കഴിയാത്തത് പ്രതിഷേധാർഹമാണെന്ന് ബിജെപി. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് വാണിയംകുളം പഞ്ചായത്തിൽ ഷെൽട്ടർ നിർമ്മിക്കുന്നത്. 30,60,000 രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഷെൽട്ടറിൽ വാണിയംകുളം, വല്ലപ്പുഴ, തൃക്കടീരി, അമ്പലപ്പാറ, ലക്കിടി, പേരൂർ, അനങ്ങന്നടി തുടങ്ങിയ 8 ഗ്രാമപഞ്ചായത്തുകളിലെ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കും. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്ഥാന ഭാഗമായ ഒറ്റപ്പാലം നഗരസഭയെ എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും ഒഴിവാക്കിയത് എന്നും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭയും CPM ഭരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റപ്പാലം നഗരസഭയെ ഒഴിവാക്കിയതിന്റെ കാരണവും CPM ഭരണസമിതി വ്യക്തമാക്കണമെന്നും BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തോടി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതം കൂടി കൂട്ടിയിട്ടാണ് വാണിയംകുളത്ത് 11 സെന്റ് സ്ഥലം എടുത്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതിൽ ഒറ്റപ്പാലം നഗരസഭയിലെ തെരുവ് നായ്ക്കളെ പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം അതിൽ ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തുകയുണ്ടായി. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആസ്ഥാന കേന്ദ്രമായ ഒറ്റപ്പാലം നഗരസഭ ഭരിക്കുന്നത് CPM ആണ്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ജില്ലാ പഞ്ചായത്തൊക്കെ CPMൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒറ്റപ്പാലം നഗരസഭയിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള തെരുവ് നായ ശല്യം ഉണ്ടാകുമ്പോൾ ഒറ്റപ്പാലം നഗരസഭയെ ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്നാണ് BJPയുടെ ചോദ്യം. അതേസമയം ഈ പദ്ധതിയിൽ നഗരസഭയെ ഉൾപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ എന്തുകൊണ്ടാണ് നഗരസഭ ഷെൽട്ടർ തുടങ്ങാനുള്ള പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാത്തത് എന്നും ഇതിന് നഗരസഭ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബൈറ്റ്. അപ്പോൾ ഒറ്റപ്പാലം നഗരസഭയെ ഉൾപ്പെടുത്താത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. CPM ഭരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഉൾപ്പെടുമ്പോൾ. മറ്റൊന്ന്, ഇനി ഒറ്റപ്പാലം നഗരസഭയെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം ഭരിക്കുന്ന ഭരണസമിതി എന്തുകൊണ്ട് ഒരു പുതിയ ഷെൽട്ടർ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാത്തത് എന്നാണ് BJP ചോദിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തിയിട്ടില്ല, അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തിയിട്ടില്ല. എന്തിന് ഈ തെരുവ് നായ ശല്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന യോഗം കൂടി ഈ ഒറ്റപ്പാലം നഗരസഭയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.